ഉമർ ഖാലിദിനെയും അദ്ദേഹത്തോടൊപ്പം ജയിലിൽ കഴിയുന്ന 8 പേരെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ആ 9 പേർ 2020 ഡൽഹിയിൽ നടന്ന കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചാർത്തി 5 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. കുറ്റപത്ര സമർപ്പണമോ വിചാരണയോ കൂടാതെ രാജ്യത്ത് തടവിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പേരിൽ 9 പേർ. ഇവരിൽ നാം കൂടുതൽ കേട്ടിരിക്കുന്നത് ഉമർ ഖാലിദിനെ കുറിച്ചാണ്. അതിന് കാരണങ്ങളുമുണ്ട്. അതറിയാൻ അടിമുടി പോരാളി മാത്രമായ ഉമർ ഖാലിദിനെ നമുക്കൊന്ന് അടുത്തറിയാം. ഒപ്പം ഡൽഹി കലാപ ഗൂഢാലോചന കേസിന് പിന്നിലെ കൊടിയ രാഷ്ട്രീയ വഞ്ചനയെക്കുറിച്ചും. കനയ്യകുമാർ, ഉമർ ഖാലിദ്, അനിർബൻ ഭട്ടാചാര്യ. ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ ഈ 3 പേരുകൾ ഒന്നിച്ച് കേട്ടൊരു കാലം ഓർക്കുന്നുണ്ടാകും. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടന്ന പ്രതിഷേധ സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന 3 മുഖങ്ങൾ. 2016 പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന സമയത്ത് JNU ക്യാമ്പസിൽ ഉയർന്നു വന്ന ആസാദി പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നവർ. അന്ന് ഈ 3 പേർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ആ വർഷം ഫെബ്രുവരി 15 കനയ്യയെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അഭിഭാഷകർ വളഞ്ഞിട്ട് തല്ലിച്ചതച്ചതും മറക്കാറായിട്ടില്ലല്ലോ. ഉമർ അടക്കം 3 പേർക്കുമെതിരായ രാജ്യദ്രോഹ കേസിൽ അവർ ജാമ്യം നേടി. പക്ഷേ കൊളോണിയൽ കാലഘട്ടത്തിലെ രാജ്യദ്രോഹ കുറ്റമായിരുന്ന IPC 124A സുപ്രീം കോടതി മരവിപ്പിച്ചെങ്കിലും ഈ കേസിൽ വിചാരണ നടക്കുകയാണ്. കനയ്യകുമാർ പിന്നീട് CPIയിലും ഇപ്പോൾ കോൺഗ്രസിലും ചേർന്ന് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി എന്നതാണ് ഇവർക്കിടയിലുണ്ടായ മാറ്റം. ഉമർ ഖാലിദ് പിന്നീട് JNUവിൽ നിന്ന് കാണാതായ നജീദ് അഹമ്മദിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രകടനങ്ങളിൽ പങ്കാളിയായി. 2016 ഒക്ടോബർ 15 ക്യാമ്പസിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ നജീബിനെ പിന്നീട് കണ്ടെത്താനായിട്ടില്ല എന്ന് ഓർക്കണം. CBI അന്വേഷിച്ച കേസ് തെളിവില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ വർഷം മധ്യത്തോടെ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ABVP പ്രവർത്തകരുമായി ഉണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെയാണ് നജീബിനെ കാണാതായതെന്ന സത്യം മാത്രം അവശേഷിക്കുന്നു. ഉമർ ഖാലിദ് വാർത്തകളിൽ നിറഞ്ഞ മറ്റൊരവസരം ഭീമ കൊറേഗോൺ പ്രക്ഷോഭ സമയമാണ്. പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പേരിൽ ഉമറിനെതിരെ പോലീസ് കേസെടുത്തു. എന്താണ് ഉമർ ഖാലിദിനെ ഇങ്ങനെ പ്രക്ഷോഭകാരിയാക്കി മാറ്റുന്നത്? 1987 നവംബർ 15 ഡൽഹിയിലെ ജാമിയ നഗറിൽ ജനിച്ചു. പിതാവ് ഉറുദു ജേർണലിസ്റ്റ്, മാതാവ് യുനാനി പ്രാക്ടീഷണർ. 6 സഹോദരങ്ങളിൽ മൂത്തത്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. സാംസ്കാരിക പഠനങ്ങളിൽ PG ചെയ്യാനാണ് JNUവിൽ ചേർന്നത്. JNUവിലെ ഇടതു വിദ്യാർത്ഥി സംഘടനയായ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയന്റെ പ്രവർത്തകനായി. ഉമർ സ്വയം വിളിച്ചത് മതാചാരങ്ങൾ പിന്തുടരാത്ത മുസ്ലിം എന്നായിരുന്നു. പക്ഷേ അയാളിലെ നീതിമാനെ ഉണർത്തുന്നതിൽ നിർണായകമായത് ജാമിയ നഗറിലെ ജീവിതമാണ്. ഡൽഹിയിൽ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജാമിയ നഗർ. മുസ്ലിങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നിട്ടുള്ള നിരന്തര വിവേചനവും അനീതിയും ചോദ്യം ചെയ്യാതെ കഴിയില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായി മകൻ്റെ സുരക്ഷയെക്കുറിച്ച് പിതാവ് എപ്പോഴും വേവലാതിപ്പെട്ടു. മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച് താമസം മാറാനുള്ള സാമ്പത്തിക പ്രാപ്തിയായിട്ടും പിതാവ് അതിന് തയ്യാറാവാത്തത് ഉമർ ശ്രദ്ധിച്ചു. തനിക്കും കുടുംബത്തിനും ജാമിയ നഗറിൽ കിട്ടുന്ന സുരക്ഷ മറ്റൊരിടത്തും കിട്ടില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മതപരമായ വിവേചനങ്ങൾക്കെതിരെ പോരാടാനുള്ള നിശ്ചയദാർഢ്യത്തിന് ഉമർ ഖാലിദ് കൊടുത്ത പേര് സ്വന്തം ജീവിതം എന്ന് തന്നെയായിരുന്നു. ഇനി നമുക്ക് 2020 വരാം. എന്താണ് 2020 ഡൽഹി കലാപ കേസ്? വടക്കുകിഴക്കൻ ഡൽഹിയിൽ 2020 ഫെബ്രുവരി 23 കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 53 പേർ കൊല്ലപ്പെട്ടു. വീടുകളും കടകളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു. എന്താണ് കലാപത്തിലേക്ക് നയിച്ചത്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഡൽഹിയിൽ അതിശക്തവും അതേസമയം സമാധാനപരവുമായ സമരം അരങ്ങേറുകയായിരുന്നു. മുസ്ലിം വനിതകൾ ഷഹീൻബാഗിൽ ആരംഭിച്ച ധർണ ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് ചരിത്രപരമായ സമരമായി മാറുകയായിരുന്നു. റോഡ് തടസ്സപ്പെടുത്തുന്നു എന്നാരോപിച്ച് ഇതിനെതിരെ BJP രംഗത്തിറങ്ങി. BJP നേതാവ് കപിൽ മിശ്ര 3 ദിവസം കൊണ്ട് പോലീസ് സമരക്കാരെ തുരത്തിയില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിങ്ങളെ നോക്കി ഈ രാജ്യദ്രോഹികളെ വെടിവെച്ചു കൊല്ലൂ എന്ന് ആക്രോശിച്ചു. തൊട്ടു പിന്നാലെയാണ് സംഘട്ടനങ്ങൾ ആരംഭിച്ചത്.
ഈ കലാപം ആസൂത്രണം ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നാണ് ഉമറിനും മറ്റുള്ളവർക്കുമെതിരായ പ്രധാന ആരോപണം. കലാപം വളരെ ആസൂത്രിതമാണെന്നും പ്രധാന പങ്കുവഹിച്ചത് ഉമർ ഖാലിദാണെന്നും പോലീസ് പറയുന്നു. UAPA മുതൽ കൊലക്കുറ്റം വരെ ചുമത്തുകയും ചെയ്തു. പക്ഷേ സത്യമോ നുണയോ എന്ന് തീരുമാനിക്കാനുള്ള മാർഗമെല്ലാം അവർ തന്നെ അടയ്ക്കുകയും ചെയ്തു. കുറ്റപത്രത്തിന്റെ കോപ്പി ലഭിക്കാൻ ഉമറിന് മറ്റൊരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പക്ഷേ അത് ലഭിച്ചപ്പോഴാകട്ടെ അപൂർണവും. പോലീസ് കുറ്റപത്രത്തിൽ പറയുന്ന പലതിൻ്റെയും തെളിവുകളുടെ കോപ്പി നൽകിയില്ല. ഇതുൾപ്പെടെ നീതി നടത്തിപ്പിന്റെ പ്രാഥമിക ആശയങ്ങൾ പോലും ഈ കേസിൽ അട്ടിമറിക്കപ്പെട്ടു. താൻ സമാധാനപരമായ നിലയിൽ മാത്രമേ പ്രതിഷേധം നടത്തിയിട്ടുള്ളൂ എന്ന് ഉമർ ഖാലിദ് കോടതിയിൽ ബോധിപ്പിച്ചു. തലസ്ഥാനത്ത് നിന്ന് 1000 കിലോമീറ്റർ വരെ ദൂരെയായിരുന്നു ആ പ്രതിഷേധങ്ങൾ, ഉമർ ബോധിപ്പിച്ചു. പക്ഷേ ഉമറിന്റെ ജാമ്യാപേക്ഷകൾ പല കോടതികളിലെത്തിയിട്ടും തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ഇതേ സ്ഥിതി തന്നെയാണ് കേസിലെ മറ്റു പ്രതികളായ ഷർജീൽ ഇമാം, മുഹമ്മദ് സലീം ഖാൻ, ഷിയാവുർ റഹ്മാൻ, അദർ ഖാൻ, മീരാൻ ഹൈദർ, അബ്ദുൽ ഖാലിദ് സൈഫി, ഗുൽഫിഷ ഫാത്തിമ, ഷദാബ് അഹമ്മദ് എന്നിവരുടെ കാര്യത്തിലും ഉണ്ടായത്. വിചാരണ തുടങ്ങാൻ വൈകുന്ന കേസുകളിൽ UAPA ഉൾപ്പെട്ടാൽ പോലും ജാമ്യം നൽകിയിരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പോലും കാറ്റിൽ പറന്നു. ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായി വിചാരണ കാത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ പട്ടികയിൽ ഉമറും കൂട്ടുകാരും സ്ഥിരം പേരുകാരായി. തിഹാർ ജയിലിൽ നിന്ന് ഈയിടെ ഉമർ പൊതുശ്രദ്ധയിലേക്കായി എഴുതിയ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവരുടെ ശ്മശാനമെന്നാണ് ഉമർ അതിൽ ജയിലിനെ വിശേഷിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് വിചാരണ കൂടാതെ തടവിൽ കഴിയുന്നവരുടെ സംഖ്യ ഉമർ പറയുന്നുണ്ട്. 4.5 ലക്ഷം പേർ. രാജ്യത്തെ ജയിലിലെ ആകെ തടവുകാരുടെ 76%. അവസാനിപ്പിക്കും മുമ്പ് 2 വിരോധാഭാസങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടും. ഒന്ന്, 2018 ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് മുന്നിൽ വെച്ച് ഉമർ ഖാലിദ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇതിലെ 2 പ്രതികൾ ജാമ്യം ലഭിച്ച് ഇപ്പോൾ സ്വതന്ത്രരായി വിഹരിക്കുന്നു. ആക്രമണത്തിന് ശേഷം ഇവർ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് ഉമറിനെ ആക്രമിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന് നൽകുന്ന സമ്മാനമാണെന്നാണ്. 2, യഥാർത്ഥത്തിൽ ഡൽഹി കലാപത്തിന് കാരണമായ ഭീഷണിയും വർഗീയ കാഹളവും മുഴക്കിയ കപിൽ മിശ്ര ഇപ്പോൾ BJP MLA ആണ്. BJPയുടെ ഡൽഹി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്.